ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പൊ ഒരു മഴയുടെ സീസൺ ഇല്ലേ. അപ്പൊ ഈ മഴക്കാലത്ത് എല്ലാവർക്കും പനിയും അതും ഇതുമൊക്കെ പല രോഗങ്ങളും ഉണ്ട് ഈ മഴക്കാലത്ത്. അപ്പൊ വായിക്കൊന്നും ഒരു രുചിയൊന്നും ഉള്ള ഒരു സമയമാണ്. നമ്മൾ എന്ത് കറി വെച്ചാലും കൂട്ടിയാലും നമുക്ക് വായിക്ക് ഒരു രുചിയൊന്നുമില്ല. അപ്പൊ അതിരുചികരമുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊന്നും ഉണ്ടാക്കുന്നത് തെക്കോട്ട് വെക്കുന്ന പഴയ കാലത്തെ ഒരു കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ആ കറി ഒരു പുളിങ്കറിയാണ് നമ്മൾ വെക്കുന്നത്. നമുക്കൊക്കെ വായിക്ക് നല്ല രുചിയാണ് ചോറുണ്ണാനും ഒക്കെ. നമ്മൾ മറ്റേത് കറി കൂട്ടിയാലും നമുക്കൊരു ചുവയില്ല. പക്ഷെ ഇതിന് വലിയ ചെലവുമില്ല, വലിയ പണിയില്ല. അപ്പൊ നമുക്ക് ആ കറി എങ്ങനെ വെക്കുന്നതെന്ന് കാണാം. അപ്പൊ നമ്മുടെ പുളിങ്കറിക്കുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, ഇത്രയും മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയുണ്ട്. പിന്നെ പുളിങ്കറിക്ക് അത്യാവശ്യമായ കാര്യം പുളിയാണ്. വാളംപുളി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും പുളിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാറുണ്ട്. അത് നമുക്ക് ഈ മുളകൊക്കെ വറക്കുമ്പോൾ അന്നേരം നമ്മൾ വറുത്തരയ്ക്കുവാണ്. മുളകും പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്. നമ്മൾ മുളകും മല്ലിയും ഉലുവായും ഇതെല്ലാം കൂടെ വറുത്തരച്ചാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി നമ്മൾ ശകലം വെളിച്ചെണ്ണ ഈ ചട്ടിയിലോട്ട് നമ്മൾ ഒഴിക്കുവാണ്. പഴയ കാലത്തൊക്കെ ഇങ്ങനെയാണ് നമ്മൾ മല്ലിയും മുളകും കൂടെ വറുത്തരച്ചാണ് കറി വെക്കുന്നത്. അല്ല നമ്മൾ ഒരു പൊടിവകകളും ചേർക്കത്തില്ല. പക്ഷെ ആ കറിക്കൊക്കെ നല്ല രുചിയാണ് കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമ്മുടെ മുളകാണ് ആദ്യം അങ്ങോട്ട് ഇടുന്നത്. മുളകിന് ഇച്ചിരി മൂപ്പ് കൂടുതലുണ്ട്. അപ്പൊ മല്ലി അങ്ങോട്ട് ഇപ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഈ മുളക് വന്ന ഒരു പാകമായിട്ട് പിന്നെ മല്ലി ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ മുളക് ഏകദേശം മൂപ്പായപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ മല്ലിയും കൂടെ അങ്ങോട്ട് ഇടാം. അപ്പൊ പണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ കറികളെല്ലാം വെക്കുന്നത്. ഇങ്ങനെ വീടുകളിൽ നമ്മൾ വറുത്തരച്ചാണ് കറി വെക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് സ്വല്പം ഉലുവ 2-3 കുരുമുളകും ഇടാം. എത്രയും കുരുമുളക് നമ്മൾ സ്വല്പം ഉലുവായും ഇടുന്നത്. സാധാരണ നമ്മൾ ഉലുവ പൊടിയാണ് ഇടുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഉലുവയാണ് ഇടുന്നത്. ഇത്രയും ഉലുവായും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് വറക്കുന്നുണ്ട്. 2 കതുപ്പ് കറിവേപ്പിലയും കൂടെ ഇതിന്റെ കൂടെ നമുക്ക് വറക്കാം. അപ്പൊ ഇത് നമ്മൾ കല്ലേല അരയ്ക്കുന്നത്. ഇപ്പൊ നന്നായിട്ട് അരയണം കേട്ടോ. അല്ലെ നമ്മൾ ചതച്ചു വാരിയാലൊന്നും പോരാ. നമ്മൾ നല്ല ഭംഗിയായിട്ട് ചമ്മനം പോലെ അരയണം. ഇത് അരകല്ല് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. മിക്സിക്കകത്തായാലും നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അരച്ചെടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് അരകല്ലുള്ളപ്പോൾ നമ്മൾ അരകല്ലിൽ അരയ്ക്കാം. അതാണ് രുചി. അപ്പൊ നമ്മളൊരു നല്ലൊരു പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒന്നുകൂടെ തട്ടിക്കൂട്ടി നമുക്ക് ഇച്ചിരി വെള്ളം തൊട്ടങ്ങ് അരയ്ക്കാം. അപ്പൊ നന്നായിട്ടങ്ങ് അരയും. അപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മൾ അരച്ചത് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ട് നമുക്കിത് വടിച്ചെടുക്കാം. നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ എല്ലാവരും മുളകും മല്ലിയൊക്കെ വറുത്തരയ്ക്കുക. ഇപ്പൊ വറുത്തരയൊന്നും ആരും ചെയ്യാറില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടാന്നാ പറയുന്നത്. പക്ഷെ വറുത്തരച്ച് നമ്മള് മീൻകറിയൊക്കെ വറുത്തരച്ച മീൻകറി വെച്ചാലുണ്ടല്ലോ എന്നാ രുചിയും മണമാണെന്നറിയാൻ അതിന്. പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ആ മീൻകറി തിളയ്ക്കുമ്പോഴൊക്കെ നല്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മീൻ മേടിച്ചിട്ട് ഒരാൾ മല്ലിയും മുളകും വറുത്തരയ്ക്കും. ഇതേ ഇപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ വാളംപുളിയാണ് ഇടാൻ പോകുന്നത്. വാളംപുളി ഒരു ചെറുനാരങ്ങയുടെ മുരിക്ക് നമ്മൾ പുളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയൊരു കപ്പിന് വെള്ളത്തിനകത്ത് നമ്മൾ ഈ പുളി വന്നിട്ട് കുതിർക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ചട്ടി അടുപ്പേ വെച്ചിട്ട് ചട്ടി ചൂടായിട്ട് നമ്മൾ അതിനകത്ത് ശകലം എണ്ണ ഒഴിക്കാൻ. അപ്പൊ നമ്മളിത് കടുക് ഇടാൻ. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം. അതിനകത്ത് അടുത്ത ചുമന്നുള്ളി ഇടാം. അപ്പൊ നമ്മൾ 2-3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇടാം. അതും കറിവേപ്പിലയും കൂടി ഇടാം. ഇത്രയും കറിവേപ്പിലയുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് മൂന്നിട്ട് നമ്മൾ പുളി പിടിച്ച് വെച്ചാൽ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ 1 സ്പൂൺ ഉപ്പിടുവാണ്.
ഇനി നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ആ പുളിക്കകത്ത് നമ്മൾ ശകലം വെള്ളവും കൂടെ ഇച്ചിരി വെള്ളവും കൂടെ നമുക്ക് ചേർക്കണം. അപ്പൊ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പൊടി ഇതിന്റെ ഉള്ളിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുമല്ലേ ഈ പുളിങ്കറിക്ക്. അരച്ചതും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ടൊന്ന് കലക്കി അപ്പൊ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഇത്ര കൊഴുപ്പൊക്കെ വേണം. നമ്മൾ ഇനി കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ രസക്കറി പോലെ ആവും. അത് വേണ്ട. നമ്മൾ ഇത്രയും മതി. നമുക്ക് ഇത്രയും ഇങ്ങനെ ഇരിക്കണം നമ്മുടെ കറി. അപ്പൊ തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത് കായപ്പൊടിയും കൂടെ കിട്ടിയേക്കാം. ഇത്രയും കായപ്പൊടിയും കൂടെ നമുക്ക് ഇടാം. നമ്മൾ ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉലുവ വറുത്തരയ്ക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും കായപ്പൊടിയും കൂടെ ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം രസക്കറിയുടെ കൂട്ടും ഇതുപോലെ തന്നെയാണ്. പക്ഷെ രസക്കറിയുടെ രുചി അല്ല ഈ കറി. ഈ കറിക്ക് നല്ല രുചിയാണ്. രസക്കറിക്ക് പിന്നെ ഇഞ്ചി ചേർക്കും, നമ്മൾ വെളുത്തുള്ളി ചേർക്കും, പച്ചമുളക് ചേർക്കും. ഇത് നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പുളിങ്കറി വെച്ചാലുണ്ടല്ലോ നല്ല പഴങ്കഞ്ഞി കുടിക്കാനും കഞ്ഞിക്കകത്ത് ഒഴിച്ച് കുടിക്കാനും ഒക്കെ നല്ലത്. ഇപ്പൊ ചക്കയുള്ള കാലമല്ലേ. ചക്കയും ചോറും ഈ പുളിങ്കറിയും കൂടെ ഒഴിച്ച് തിന്നാനുണ്ട്. ഭയങ്കര രുചിയാണിത്. അപ്പൊ കറി നന്നായിട്ട് തിളയ്ക്കട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊരു ശകലം പച്ചക്കറിവേപ്പിനും കൂടെ അതിന്റെ കൂടെ എന്നിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. ഇതിന് മല്ലിയിലയൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിന് മല്ലിയിലയൊന്നും ഒന്നുമില്ല. അപ്പൊ നമ്മളിതിനകത്ത് ഇത്ര സാധനങ്ങളെ ഉള്ളു ഇതിനകത്ത് ചെയ്യാം. പക്ഷെ അടിപൊളി കറിയാണ്. അപ്പൊ നമ്മുടെ ഈ നാടൻ കറി റെഡി ആയിരിക്കൊണ്ട് നിങ്ങൾ ഈ കറി പിന്നെ എല്ലാവരും വെക്കണം കേട്ടോ. നല്ല ഒന്നാന്തരം കറിയാണ്. നമുക്ക് കറിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നമ്മളൊന്നും വിഷമിക്കണ്ട. പച്ചക്കറി മേടിക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ പച്ചക്കറിക്ക് വില കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ മുളകുണ്ട്, മല്ലിയുണ്ട്, കായം, ഉലുവ, കുരുമുളക് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ. അതെല്ലാം കൂടെ ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു കറി നമുക്ക് വെക്കാം. ഇച്ചിരി വാളംപുളിയും കൂടെ വേണമെന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും പനിയാണ്. ഈ മഴയൊക്കെ പോയി തണുപ്പടിച്ച് എല്ലാവർക്കും പനിയൊക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പൊ ഒരു കറി കൂട്ടിയാലും വായിക്ക് രുചിയില്ലാതെ നമ്മളിരിക്കണം. അപ്പൊ പക്ഷെ ഈ കറി കൂട്ടിയാലുണ്ടല്ലോ ചോറിനും കൊള്ളാം, കഞ്ഞിക്കും കൊള്ളാം. കഞ്ഞി വേണ്ടാത്തവർ കൊണ്ട് പിന്നെ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചും കുടിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഇപ്പൊ ചക്കയൊക്കെ ഉള്ള സമയമില്ല, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ മീനുമില്ല, ഇറച്ചിയില്ല, എങ്ങനെ തിന്നുവെച്ചാൽ ഈ കറി കൂട്ടി നമുക്ക് ചക്കപ്പുഴുക്കും തിന്നാൻ നല്ലതാണ്. അപ്പൊ അങ്ങനെ നല്ല അടിപൊളി ഒരു നാടൻ കറിയാണ്. പഴയ കാലത്ത് എല്ലായിടത്തും എൻ്റെ വീട്ടിലെ എല്ലാ വീടുകളിലും ഈ നാടൻ കറി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഞാനിന്ന് ആ നാടൻ കറിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ലൈക്കും കമന്റും ആരും മറക്കുകയും ചെയ്യരുത്.